എലിയെ തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വിഷവും കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നമ്മുടെ വീട്ടിലുള്ള പഴം ഉണ്ടല്ലോ, കഴിച്ചിട്ട് നമ്മൾ കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പഴം വേണമെന്നില്ല, കറുത്ത് നമ്മൾ കളയാനുള്ള പഴം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതേപോലെ ചെയ്യുക. അത് നമുക്ക് തന്നെ ഈ രീതിയിൽ മുറിക്കരുത് കേട്ടോ. ഈ രീതിയിൽ മുറിച്ചാൽ അത് നമുക്ക് എലി കഴിക്കുമ്പോഴത്തേനും അതിനകത്തുള്ള ആ ഒരു സ്ക്രബ്ബർ കഷ്ണമാണ് നമ്മൾ അതിനകത്ത് വെച്ച് കൊടുക്കുന്നത്, അതെല്ലാം പുറത്തോട്ട് വരും. അപ്പോൾ അത് ഈ രീതിയിൽ ഒന്ന് കുഴിച്ച് അതിനകം ഒന്ന് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ 2-3 പീസാക്കാം, ചെറിയ ചെറിയ പീസാക്കുന്നതാണ് നല്ലത്. വലിയ പീസ് പഴത്തിനകത്ത് ഒരിക്കലും ഒരു സാധനവും വെച്ച് അതിന് കൊടുക്കാൻ പാടില്ല. കാരണം അതൊരു ഭാഗം കഴിച്ചിട്ട് അത് അങ്ങ് പോകും. ഇതാകുമ്പോൾ അങ്ങനെയല്ല, ചെറിയതായിട്ട് മുറിക്കുമ്പോഴത്തേനും അത് മുഴുവനായിട്ട് അത് വിഴുങ്ങിക്കോളും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ പോവുകയും ചെയ്യും, നമുക്ക് അതിനുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല സ്ക്രബ്ബർ ഇതേപോലെ കത്രി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ മുകൾ ഭാഗം ഒന്ന് തുരന്നെടുക്കുക. അപ്പോൾ ഈ പഴം ഞാൻ 2 ആക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വലിപ്പം വേണ്ട, അത് ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കുക, കൊച്ചു പീസ്. എന്നിട്ട് അതൊന്ന് മൂടി കൊടുക്കണം കേട്ടോ. ആ പഴം വെച്ചിട്ട് തന്നെ ഒന്ന് മൂടി കൊടുക്കണം. എന്നിട്ട് ആ ഭാഗം ഒന്ന് മുറിച്ച് വയ്ക്കുക. കാരണം കൊച്ചു പീസാകുമ്പോഴത്തേന് അതെടുത്ത് അങ്ങ് വിഴുങ്ങിക്കോളും കേട്ടോ. അപ്പോൾ ആ സ്ക്രബ്ബർ വയറ്റിനുള്ളിൽ പോയിട്ട് അതവിടെ അങ്ങ് പ്രശ്നം ഉണ്ടാക്കിക്കോളും സ്ക്രബ്ബർ. കാരണം അതിൻ്റെ കുടലൊക്കെ പ്രശ്നമാകും. ഇതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് കുടലൊക്കെ പൊട്ടും കേട്ടോ. ഇത് കഴിച്ചതിന് ശേഷം അത് വെള്ളം കുടിക്കാൻ പോകും. വെള്ളം കുടിച്ചതിന് ശേഷം ആ കുടലൊക്കെ അങ്ങ് പൊട്ടി അതങ്ങ് ചത്തോളും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തപ്പോൾ 2 പീസാക്കി, 2-3 പീസാക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഇതേപോലെ തന്നെ സ്ക്രബ്ബർ കഷ്ണം അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും വേണ്ട, പഴം ഉള്ളതുകൊണ്ട് അതങ്ങ് കഴിച്ചോളും. പിന്നെ നമ്മളിത് കൂടുതലും വെച്ച് കൊടുക്കുന്നത് നല്ലത് തേങ്ങയുടെ ചിരട്ടയ്ക്കകത്തായിരിക്കും. തേങ്ങ ചിരവിയ, നമ്മൾ ഫ്രഷായിട്ട് ചിരവിയ ചിരട്ട ഉണ്ടല്ലോ, അതിനകത്ത് അന്നത്തെ ദിവസം വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ തേങ്ങയുടെ ഒരു മണം അടിച്ചിട്ട് അത് ഫുൾ അത് വന്ന് അതിനകത്ത് നിന്ന് കഴിച്ചോളും കേട്ടോ. ഇതേപോലെ തന്നെ ഞാൻ ചിരവി വെച്ച ചിരട്ടയാണ്. അപ്പോൾ അതിനകത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു തേങ്ങയുടെ മണം അതിൻ്റെ മൂക്കിലടിച്ചിട്ട് അത് വന്നതങ്ങ് കഴിച്ചോളും. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് വെച്ചാൽ പിന്നെ ആ ഭാഗത്തോട്ട് എലിശല്യം കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക.